തെക്കേറട 70 ചാനൽ. നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ ബുള്ളറ്റിൽ മഴ നനയുമ്പോൾ അല്ലെങ്കിൽ വണ്ടി വാഷ് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന മിസ്സിങ്ങാണ്. അപ്പോൾ ഈ മിസ്സിങ് പലപ്പോഴും നമ്മൾ മഴയത്ത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ വണ്ടി വാഷ് ചെയ്യുമ്പോൾ ഇതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഈ ടാങ്കിൻ്റെ നമ്മുടെ ക്യാപ്പ്, ഫ്യൂൽ ടാങ്കിൻ്റെ ക്യാപ്പിനകത്തുനിന്ന് എന്തെങ്കിലും പൊടി വന്ന് അടഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്വാഭാവികമായിട്ട് ഇതിനകത്ത് വെള്ളം വെളിയിൽ ട്രെയിൻ ചെയ്യാതെ അത് നമ്മുടെ അകത്ത് തന്നെ ടാങ്കിനകത്ത് പെട്രോളിൽ കൂടെ ഫ്യൂലിൽ കൂടെ മിസ്സായി ഉണ്ടാകുന്നതാണ്. രണ്ടാമത്, ഈ ഫ്ലഗ്, സെക്കൻഡറി ഫ്ലഗ്, ഇതിനകത്ത് വെള്ളം വീഴുന്നു കഴിഞ്ഞാൽ പോകാനുള്ള വഴിയില്ല. ഈ ഇപ്പുറത്തെ ഫ്ലഗിൽ അതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ ഈ വെള്ളം വെളിയിൽ ട്രെയിൻ ചെയ്യാനുള്ള ഒരു വഴിയുണ്ട്. അത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കറക്റ്റായിട്ട് കാണിക്കാം. അപ്പോൾ അത് നമ്മളെ വണ്ടി ഇപ്പോൾ കുറച്ച് ദിവസം എടുക്കാതിരിക്കും. ഇപ്പം ഞാനൊരു ഒരു മാസമായി വണ്ടി എടുത്തിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിപ്പോൾ വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്യൂൽ ടാങ്കിനകത്ത് വെള്ളം ഇറങ്ങും. മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്നത് ഇതുപോലെ തന്നെയാണ്. വെള്ളം ഇതിനകത്തൂടെ പോയിട്ട് ടാങ്കിനകത്ത് ഇറങ്ങി ഫ്യൂലായിട്ട് മിക്സാവും. രണ്ടാമത് ഇവിടെ കൂടെ നമ്മുടെ പ്ലഗിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇതിന് വെളിയിൽ പോകാൻ ഇതില്ലാതെ കറണ്ട് അവിടെ ഷോർട്ടായിട്ടാണ് ഈ മിസ്സിങ് ഉണ്ടാകും. അതിന് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോ. ഇപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഫ്യൂൽ ടാങ്കിനെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫ്യൂൽ ടാങ്കിനെ ഓപ്പൺ ചെയ്തിട്ട് ഈ രണ്ട് സ്ക്രൂ ആണുള്ളത്, പുറത്ത് കിടക്കുന്നു. ഈ രണ്ട് സ്ക്രൂ ഉള്ളതാണ്, മൈനസാണ്. ഇത് രണ്ടും നമുക്ക് ഇളക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരു ചെറിയ ഹോളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ടേപ്പ് ഫിറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം നന്നായിട്ട് അമർന്നിരുന്നു കഴിഞ്ഞാൽ പോലും ഈ വെള്ളം ഇതിനകത്തൂടെ വെളിയിൽ പോകാൻ വേറെ ഒരു വഴിയില്ല, ഈ ഒരു വഴിയേ ഉള്ളൂ. അപ്പോൾ ഇത് നേരെ ഇവിടെ ഫില്ലായി കഴിഞ്ഞാൽ ഇത് നേരെ അകത്ത് വരും. അപ്പോൾ ഇത് അകത്ത് വരണം എന്നുണ്ടെങ്കിൽ നേരെ പെട്രോളിൽ പോകും. അപ്പോൾ അങ്ങനെയാണ് മിസ്സിങ്. പെട്രോളിൽ കൂടെ വെള്ളം ചേർന്നാൽ അറിയാമല്ലോ, എന്താ വെള്ളം ചേർന്ന് കഴിഞ്ഞാൽ മിസ്സിങ് ഉണ്ടാവും. അത് സ്വാഭാവികം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ ഹോൾ അടഞ്ഞിട്ടുണ്ടോയെന്നാണ് ആദ്യത്തെ നോക്കാനുള്ളത്. ഈ ഗ്യാപ്പിനെ നമുക്ക് ആദ്യം ഇളക്കിയിട്ട് നോക്കാം. എൻ്റെ സ്ക്രൂ ആണ്. അപ്പോൾ ഇത് ഗ്യാപ്പിനകത്ത് ഇത് വിടാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു തുണിയോ എന്തെങ്കിലും വയ്ക്കണം കേട്ടോ. ഈ സ്ക്രൂ അകത്ത് വീഴുന്നാൽ പാടായിരിക്കും. രണ്ട് സ്ക്രൂ ഉണ്ട്, ഇത് രണ്ടും ഇളക്കണം. ഈ ഗ്യാപ്പ്, പെട്രോളിൻ്റെ ടാങ്കിൻ്റെ ഗ്യാപ്പ് നമ്മൾ ഇളക്കിയിട്ടുണ്ട്. ഇളക്കിയതിന് ശേഷം ഇതിനകത്ത് നമുക്ക് വെള്ളം ഒഴിച്ച് നോക്കണം. വെള്ളം ഒഴിച്ചിട്ട് അത് ഇതിനകത്തൂടെ പോകുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കണം. ഇവിടെ ഈ ടാങ്കിൽ നിന്ന് താഴോട്ടൊരു പൈപ്പ് വരും. ഒന്ന് ഈ മേളിൽ വരുന്ന വെള്ളം താഴെ വരാനും, രണ്ടാമത്തത് ഇതിൻ്റെ ചാർക്കോൾ കനസ്റ്ററിൽ പോകുന്ന ഓസുമാണ്. അപ്പോൾ ഈ ഓസ് നമ്മൾ ഇപ്പോൾ ഇട്ടിരിക്കുകയാണ്. ഈ ഓസ് ഇതിലില്ലെങ്കിൽ പോലും ഈ വെള്ളം നേരെ ഇവിടെ വീഴാൻ സാധ്യതയുണ്ട്. ഈ ഫ്ലഗിനകത്ത് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഷോർട്ടായി മഴയത്ത് നമുക്ക് മിസ്സിങ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. ഇതിൽ വെള്ളം പോകുന്നുണ്ട്, അതുകൊണ്ടല്ലോ ഈ വെള്ളം ഇതിനകത്ത് പോകുന്നുണ്ട്. ഈ വെള്ളം പോയില്ലെങ്കിൽ ഇത് അടച്ചു കഴിഞ്ഞാൽ ഇത് നേരെ നിറഞ്ഞ് നിന്നതിന് ശേഷം ഈ ഹോൾ അടഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിറഞ്ഞ് നിന്നതിന് ശേഷം ഈ വെള്ളം ടാങ്കിനകത്ത് പോകും. ഇത്രയുള്ള സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മൾ കൂടുതൽ വലിച്ചു നീട്ടിയൊന്നും പറയുന്നില്ല. ഈ ഹോൾ അടഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം നേരത്തെ ഇതിനകത്തൂടെ പോകും. ഓക്കെ, അപ്പോൾ ഈ ഹോള് അടഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം എന്നുള്ളതാണ്. ഇല്ലായി നിൽക്കുന്നേ ഉള്ളൂ, താഴോട്ട് വരുന്നില്ല. ഇതുണ്ട്, ഇത് അടവാണ്. ഇതിൻ്റെ ഇടയിൽ ഏതോ പൈപ്പാണ് വരുന്നത്. ഇതിങ്ങനെ കറങ്ങി വരുന്ന ഒരു പൈപ്പാണ്. ഈ പൈപ്പ് ഇവിടെ കൂടെ ഈ വെള്ളം ഇവിടെ കൂടെ വരേണ്ടതാണ്. അപ്പോൾ ഇതേപോലെ ചെറിയൊരു ബൗഡൻ്റെ ഒരു പീസ് എടുക്കുക. പീസ് എടുത്തിട്ട് ഇതിനകത്തൂടെ ഇറക്കാൻ നോക്കണം. ഇറക്കിയിട്ട് ഇങ്ങനെ അങ്ങ് തള്ളി ഇറക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ നോക്കണം, വരയോ നോക്കണം. വന്നു കഴിഞ്ഞാൽ വെള്ളം ഇതായിട്ട് വരാൻ സാധ്യതയുണ്ട്, വരും. കാർബറേറ്റർ ക്ലീനറാണ്. ക്ലീനറെടുത്ത് നമ്മളതിലുണ്ടെങ്കിൽ പെട്രോൾ ഉണ്ടായിരുന്നല്ലോ അടിച്ചു കൊടുത്താൽ മതി. തുരുമ്പ് കയറി അംശമെല്ലാം ഉണ്ടെങ്കിൽ ഇതകത്ത് കയറി ഇതിനകത്തിറങ്ങിയിട്ട് തുരുമ്പെല്ലാം ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്തങ്ങ് വിടും. വേണ്ട, ഇതകത്തങ്ങ് ഇറങ്ങി അതുവരെ ഉള്ളൂ.
ഇത് അടിച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ച് ഇത് ഇറങ്ങും. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്കിതിട്ട് ബൗഡായിട്ട് നോക്കാം. അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ഹോള് ഓപ്പൺ ആവും. അല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ടാങ്കിനകത്തൂടെയാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെ കറങ്ങിയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ വേറെ ഒന്നും നമുക്കിത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കുറേ സമയം ഇത് നമ്മൾ ഒരുപാട് പാടുപെട്ടതിന് ശേഷമാണ് ഇതിന് വന്നത്. അപ്പോൾ ഇതിനകത്ത് നന്നായിട്ട് തുരുമ്പെടുത്ത് അടഞ്ഞിരും. പക്ഷേ ആക്ച്വലി പറയുകയാണെങ്കിൽ ഇത് കുറേ വർഷമായിട്ട്, ഇപ്പോൾ 4 വർഷം 5 വർഷമായി ഇതെനിക്ക് നമ്മളിത് ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആവശ്യം വന്നില്ല. വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ വിചാരിച്ചു ഈ ഹോസ് വഴി ഇനി താഴെ പോയിക്കൊണ്ടിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ മിസ്സിങ് ഈയിടയ്ക്ക് ഉണ്ടായപ്പോൾ ഇതൊന്ന് അഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. നമ്മളിത് വെള്ളം ഒഴിക്കുകയാണ്. നന്നായിട്ട് പാടുപെട്ടിട്ടാണ്. ഇതുകൊണ്ട് ഈ വെള്ളം ഹോസ് ഇല്ലെങ്കിൽ, പൈപ്പ് ഇല്ലെങ്കിൽ നേരെ പ്ലഗിൽ വീഴും. അതുകൊണ്ട് ഈ ഒരു ഹോസ് അതിൽ ഫിറ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. ഉണ്ടോ വെള്ളം വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ വെള്ളം ഇതിനകത്ത് വീഴുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അതും കൂടെ കാണിച്ചു തരാം. ഈ വെള്ളം ഈ ഫ്ലഗിനകത്ത് വീഴേ, മഴ പെയ്തിട്ട് ഇവിടെ വന്ന് വെള്ളം ഇവിടെ വീഴേ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇത് നിറഞ്ഞു നിന്ന് ഫ്ലഗുമായിട്ട് ഷോർട്ടാകും. അപ്പോൾ അതിന് കണ്ട് ഇവിടെ വന്നിട്ട് നേരെ താഴെ ഒരു ഹോളുണ്ട്. ഈ ഹോളിനകത്ത് ഇതേപോലെ ഒരു കമ്പി എടുത്ത് ഇതിനെ നേരെ ഒന്ന് കറക്കി കൊടുക്കുക. ഇതാണ്ടോ ചെളിവെള്ളം വരുന്നുണ്ട്. അതുണ്ട് ഈ വെള്ളം നമുക്ക് നേരെ ഇത് ഈ ഹോളിൽ കൂടെ ആയിട്ട് തിരിച്ച് വരാനുള്ളൂ. ഈ ഹോൾ അടവുണ്ടായിരുന്നാലും ഈ വെള്ളം ഇതിനകത്ത് നിൽക്കും. പക്ഷെ നമ്മളൊന്നും കൂടെ കാണിക്കുക. അതുകൊണ്ട് വരുന്നുണ്ട്. ഈ ഹോള് ഇവിടെ കൂടെയാണ് വരുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനകത്ത് ചെളിയുണ്ട്. ആ ചെളി വെള്ളമെല്ലാം ഇതിനകത്ത് പോകും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഒരു ഹോളിൽ കൂടെ ചെറിയൊരു കമ്പി എടുത്ത് ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ സംഭവം നല്ല ഡീസൻ്റായിട്ട് വെള്ളം വീഴുന്നുണ്ടോ, കറക്റ്റായിട്ട് നേരെ ഈ ഫ്ലഗിൽ നിൽക്കാതെ. ഈ ഫ്ലഗിൽ വെള്ളം കെട്ടി കിടക്കുമ്പോഴത്തേക്ക് എന്തായിരുന്നാലും മിസ്സിങ് ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇതാണ് കാരണം. ഈ രണ്ടുമാണ് ഈ മഴയത്തുണ്ടാകുന്ന മിസ്സിങ്ങിൻ്റെ കാരണം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. അറിയാത്തവരുണ്ട്, അറിയാമെന്നുള്ളവരുണ്ട്, അറിയാത്തവരുണ്ട്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്രയും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ഇതിനകത്ത് ടാങ്കിൽ വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ നേരെ കാർബറേറ്ററിൽ വരും. കാർബറേറ്ററിൽ നേരെ എഞ്ചിനിലോട്ട് പോകുമ്പോഴത്തേക്ക് മിസ്സിങ്ങിൻ്റെ ഒന്നാമത്തെ ഇത് മഴയത്ത് മിസ്സിങ് ഉണ്ടാകുന്നത് ഇതുകൊണ്ടൊക്കെയാണ്. നമ്മൾ ഇത്രയൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇവിടുത്തെ ഹോൾ പിന്നെ വേണമെങ്കിൽ ഈ ഹോള് വളരെ ചെറുതാണ്. ഇവിടെ കാണും ഈ ഹോള് വളരെ ചെറുതാണ്. ഒരു പഞ്ചെടുത്തിട്ട് ചെറുതായിട്ട് ഈ ഹോളിൽ ഇവിടെ വേറെ 2 ഹോളുണ്ട്. നമ്മൾ സ്ക്രൂകളൊക്കെ എടുത്തതാണ്. ഈ സെൻറ്ററിലുള്ള ഹോളിൽ വച്ചിട്ട് അടി മാറിപ്പോയി. ഞാൻ 2 തട്ട് കെട്ടിക്കഴിഞ്ഞാൽ ഇത് കുറച്ചൊന്ന് അകത്തോട്ട് ഒന്ന് പ്രസ്സാകും. താഴോട്ട് പ്രസ്സാകുമ്പോൾ ഈ വെള്ളം നേരെ ഈ വരുന്ന ഗ്യാപ്പ് കണ്ട ഇത് കണ്ടല്ലോ, ഇത് കയറി അടഞ്ഞാണ് നിൽക്കുന്നത്. ഇതിന് ചെറുതായിട്ട് ഇതിൻ്റെ അകത്തൂടെ വെള്ളം വീഴാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടാകും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മൾ ആ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്ത് ലൈക്കും ചെയ്തില്ലെങ്കിൽ ലൈക്കും ഒന്ന് ചെയ്ത് ഒന്ന് ഷെയർ കൂടെ ചെയ്താൽ അറിയില്ലാത്ത കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അവർക്കത് ഉപകാരമായി. താങ്ക് യു.